ചില നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചകളിൽ നമ്മളെ മതങ്ങളൊക്കെ നമ്മളെ എത്രത്തോളം അങ്ങ് അടിമപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് 14-ാം സ്ഥലത്തിലൂടെ നമ്മളെ വരച്ചു കാണിച്ചിട്ടുള്ളത്. അതിൽ ഇത്തരം ഒരു ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണക്കൂട്ടുകൾ അനവധിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊളാഷ് പോലെ നമുക്ക് വായിച്ച് എടുക്കാൻ സാധിക്കും. 14-ാം സ്ഥലം എന്ന മികച്ച ചെറുകഥയ്ക്ക് അല്ലെങ്കിൽ അത്തരം ഒരു രചനയ്ക്ക് ജോസഫ് ഓടക്കാലി എന്ന എഴുത്തുകാരനോട് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്ര മികച്ച ഒരു വായനാനുഭവമായിരുന്നു 14-ാം സ്ഥലം തന്നത്. പിന്നെ ഈ 6 കഥകളെ കുറിച്ചുമുള്ള സാധാരണ ഒരു ചെറിയ വായനക്കാരി അല്ലെങ്കിൽ വളരെ കുറച്ച് വായന പരിചയം മാത്രമുള്ള ഒരു വായനക്കാരി എന്ന നിലയിൽ എൻ്റെ മാത്രം വായനാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഈ നിരീക്ഷണങ്ങളെല്ലാം എൻ്റെ മാത്രമാണ്. ഓരോ വായനകളും വ്യത്യസ്തമായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വ്യത്യസ്തമായ വായനകളെയും വ്യത്യസ്തമായ കാഴ്ചകളെയും ക്ഷണിച്ചുകൊണ്ട്